പറഞ്ഞു വന്നത്, താന്നൂര് ഇമ്പിച്ചിക്കോയ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വയറുവേദന പറഞ്ഞു. വയറുവേദന പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഒരു പാട്ട് എഴുതി കൊടുത്തു, ബദരീങ്ങളെ കുറിച്ചുള്ള നല്ലൊരു പാട്ട്. എന്നിട്ട് പറഞ്ഞു, ഈ പാട്ടങ്ങനെ പാടിക്കോ, സ്ഥിരമായി പാടിയാൽ എന്റെ വയറുവേദന മാറും. ആ പാട്ട് അദ്ദേഹം സ്ഥിരമായി പാടി, അദ്ദേഹത്തിന്റെ വയറുവേദന മാറിയിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ മരുന്നായി മാപ്പിളപ്പാട്ട് കൊടുക്കാറുണ്ട്. മാപ്പിളപ്പാട്ട് നമ്മൾ അങ്ങനെ ഒരു പാട്ടായിട്ട് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു സാധനം. ആ താന്നൂരിമ്പിച്ചിക്കോയ തങ്ങൾ എഴുതി കൊടുത്ത പാട്ടാണ്. മുത്തസീലാം ദീനിനെ കൊതിത്ത സത്ബദർ ശുഹദാക്കളെ ബുദ്ധിമുട്ടി വിളിച്ചാലുടനെയുത്തരം കിട്ടിയിടുന്ന ബദരീങ്ങളെ. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്റെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഏറ്റവും കഷ്ടപ്പെട്ടോൻ ചികിത്സിച്ച് മാറ്റായെന്നൊത്ത ഈ രോഗത്തെ ഉങ്ങൾ ഏറ്റെടുത്ത് സുഖമാക്കി തരുമെന്നേറ്റം ഉറപ്പുണ്ടെന്നുള്ളത്തെ കേറ്റം ഇറക്കം വയറ് വേദന മാറ്റിത്തരണം സന്തോഷത്തെ എങ്ങും കേളിമികും ബദരീങ്ങളല്ലാതെ മറ്റാര് മാറ്റാൻ ഈ രോഗത്തെ. ബദരീങ്ങളല്ലാതെ വേറെ ആരാണ് ഈ രോഗം മാറ്റാനുള്ളത് എന്ന ഈ ഒരു കെസ്സ പാട്ട് എഴുതി കൊടുക്കുകയും അദ്ദേഹത്തിന്റെ വയറുവേദന മാറുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, പാട്ടിന് ചില കഴിവുകളൊക്കെ മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ കഴിയും. കോഴിക്കോട്ടുകാരനായ ഒരു നല്ലളം ബീരാൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, നിമിഷക്കവി. അദ്ദേഹം ഒരു ദിവസം പള്ളിയിൽ കയറിയപ്പോ പള്ളിന്റെ ഹൗദിന്റെ അടുത്ത് ഭയങ്കര മൂത്രത്തിന്റെ വാസന. പഴയ കാലത്തൊക്കെ പള്ളിപ്പറമ്പിന്റെ ഒരു മൂലയിലാണ് മൂത്രപ്പര ഉണ്ടാവാറുള്ളത്. അപ്പൊ രാത്രിയിൽ മൂത്രമൊഴിക്കാണ്ടായ ഒരാള് മൂത്രപ്പരയെ പോവാൻ ബുദ്ധിമുട്ടായപ്പോ ഹൗദിന്റെ അടുത്ത് തന്നെ മൂത്രമൊഴിച്ചിട്ട് മെല്ലെ ആരും കാണാതെ കാര്യം സാധിപ്പിച്ചതാണ്. പിറ്റേന്ന് വീരാങ്കയില് വരുന്നത്. വീരാങ്കാക്ക് ഇങ്ങനെ മൂത്രത്തിന്റെ വാസന കിട്ടിയപ്പോ ഭയങ്കര പ്രയാസം. അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് ഈ നേർച്ചക്ക് ഉണ്ടാകുന്ന സമയത്ത് പള്ളിയുടെ മുന്നിലാണ് അടുപ്പുണ്ടാക്കിയിട്ട്, മുറ്റത്ത് അടുപ്പുണ്ടാക്കി ഭക്ഷണം പാകം ചെയ്യാറുണ്ടായി. അങ്ങനെയുള്ളൊരു അടുപ്പ് കാണുകയും അതിൽ നിന്നൊരു കരിക്കട്ട എടുത്തിട്ട് ഹൗദിന്റെ മുകളിൽ 2 വരി പാട്ട് എഴുതി. ഹൗദിൻ കരയിൽ പാത്തുന്ന പോത്തെ, ഹൗദുൽ കൗസർ കുടിക്കേണ്ട മുത്തേ എന്നെഴുതി. അദ്ദേഹം എഴുതിയ വരിയാണ്. ഹൗദിൻ കരയിൽ പാത്തുന്ന പോത്തെ, ഹൗദുൽ കൗസർ കുടിക്കേണ്ട മുത്തേ. അത് കണ്ടാ പിന്നെ മൂത്രയിച്ച ആള് പിന്നെ അവിടെ മൂത്രയിക്കും. മാത്രമല്ല, ആ പാട്ടില് 1-ാമത്തെ വരിയിലാ മൂത്രയിച്ച ആളെ പോത്തേന്ന വിളിച്ച്. 1-ാമത്തെ വരിയിൽ പോത്തെ എന്ന് വിളിച്ച് 2-ാമത്തെ വരിയിൽ വളരെ സ്നേഹത്തോടുകൂടെ മുത്തേ എന്ന് വിളിക്കാൻ മാപ്പിളപ്പാട്ടിനെ കഴിയുള്ളൂ. നമ്മൾ ഒരാളുടെ ദേഷ്യം പിടിച്ച് ഇങ്ങനെ അടിക്കാൻ പോയിട്ട് അവനെ മുത്തേന്ന് വിളിക്കൂ? ഇല്ല. 1-ാമത്തെ വരിയിൽ പോത്തെ എന്ന് വിളിച്ചിട്ട് 2-ാമത്തെ വരിയിൽ മുത്തേ എന്ന് വിളിക്കാൻ അത് പാട്ടുകൾക്ക് കഴിയും. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ പാട്ടിനുണ്ട്. നമ്മുടെ തീം താരാട്ട് പാട്ട്. താരാട്ട് കേട്ടുറങ്ങാത്ത ആളുകൾ ഉണ്ടാവില്ല. കൽബിന്റെ ഉള്ളിൽ നിറയുന്ന സ്നേഹത്തിൻ തീരമാണെൻ്റുമ്മ, കൽക്കണ്ട കനിയായി എന്നെ വളർത്തിയ സ്നേഹനിധിയുമ്മ. കൽബിന്റെ ഉള്ളിൽ നിറയുന്ന സ്നേഹത്തിൻ തീരമാണെൻ്റുമ്മ, കൽക്കണ്ട കനിയായി എന്നെ വളർത്തിയ സ്നേഹനിധിയുമ്മ. കാലം ചെറുപ്പത്തിൽ എന്നെ എടുത്തതും കൈകളിൽ വച്ചുമ്മ മുത്തം ചൊരിഞ്ഞതും, കാലം ചെറുപ്പത്തിൽ എന്നെ എടുത്തതും കൈകളിൽ വെച്ചുമ്മ മുത്തം ചൊരിഞ്ഞതും, ഉച്ചത്തിലന്ന് ഞാൻ വാവിട്ടാലറുമ്പോൾ താലോലം പാടിയിട്ട് ആട്ടിയുറക്കിയതും തീരെ മറക്കില്ല.
കൽബിന്റെ ഉള്ളിൽ നിറയുന്ന സ്നേഹത്തിൻ തീരമാണെൻ്റുമ്മ. കൽക്കണ്ടക്കനിയായി എന്നെ വളർത്തിയ സ്നേഹനിധിയും ഉമ്മ. താരാട്ടുപാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഉമ്മയെ ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നട്ടപ്പാതിരക്ക് 2 മണിക്കും 3 മണിക്കൊക്കെ എഴുന്നേറ്റ് നമ്മൾ കരയുന്ന സമയത്ത് ഉറക്കൊഴിച്ചുകൊണ്ട് താരാട്ട് പാട്ട് പാടി നമ്മൾ ഉറക്കിയ താരാട്ട് പാട്ട് പാടി ഉറക്കിയ ഉമ്മ. ആ ഉമ്മയെ മറക്കാൻ പറ്റൂല. ആ ഉമ്മയെ സ്നേഹിക്കണം. ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് വെറുതെ പറഞ്ഞതല്ല. ധാരാളം താരാട്ട് പാട്ടുകൾ അറബി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ തീം എനിക്ക് കിട്ടിയപ്പോൾ താരാട്ട് പാട്ടുകളെ കുറിച്ചാണ് പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എന്റെ ശേഖരമൊക്കെ ഒന്ന് എടുത്തു നോക്കിയപ്പോൾ എനിക്ക് ആദ്യമായി കിട്ടിയത് ഈ കാസർഗോഡ് ജില്ലക്കാരൻ എഴുതിയൊരു പാട്ടാണ്. പഴയ കാലത്ത് നമ്മൾ ഉമ്മമാരൊക്കെ മക്കളെ താരാട്ട് പാടി ഉറക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പാട്ടാണ് അഹദാമര താലോലപ്പാട്ട്. പ്രായമുള്ള ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും. മൊഗ്രാലുകാരനായ മമ്മുഞ്ഞി മൗലവിയാണ് ഈ അഹദാമര താലോലപ്പാട്ട് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പഴയ നിക്കാഹുമാല, ഈ നിക്കാഹിനെ കുറിച്ച് 2 പാട്ടാണ് വന്നിട്ടുള്ളത്. വിവാഹം കഴിക്കുന്ന ആളുകൾ പാടേണ്ട പാട്ടാണ്. അതിന്റെ എല്ലാ നിയമങ്ങളും അതിൽ പറയുന്നുണ്ട്. വിവാഹം എങ്ങനെയാകണം, എങ്ങനെയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ. അതിൽ പഴയ നിക്കാഹുമാല എഴുതിയത് ഈ മമ്മുഞ്ഞി മൗലവിയാണ്. പഴയതെന്ന് പറയുമ്പോൾ പുതിയതൊന്നും ഉണ്ടാവും. പുതിയ നിക്കാഹുമാല എഴുതിയത് മൊഗ്ലാരുകാരനായ അഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഈ മമ്മുഞ്ഞി മൗലവിയാണ് അഹദാമര താലോലപ്പാട്ട് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം അതിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ ചട്ടയിൽ പറയുന്നുണ്ട്, കോട്ടിക്കൊല്ലത്ത് നടുത്തോപ്പിൽ, കോട്ടിക്കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലം അവിടെ, കോട്ടിക്കുളം, കോട്ടിക്കൊല്ലത്ത് എന്നത് എഴുതിയിട്ടുള്ളത്. കോട്ടിക്കുളം നടുത്തോപ്പിൽ KN മമ്മുഞ്ഞി മൗലവി എന്ന ആളാൽ ഉണ്ടാക്കപ്പെട്ടതും ഇതിനെ നിത്യമായി കുഞ്ഞുങ്ങളെ താലോലിച്ചുറക്കിയാൽ ആരോഗ്യ സമ്പത്തിനും ആരോഗ്യ സമ്പത്തിനിടയിൽ വളരുകയും പ്രേത പിശാച് ഇവകളെ ഉപദ്രവങ്ങൾ ഫലിക്കാതിരിക്കുകയും ചെയ്യും എന്നതിന്റെ തുടക്കത്തിൽ ഇങ്ങനെ അദ്ദേഹം ചട്ടയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഓരോ വരിയിലും അദ്ദേഹം പറയുന്നത്, അഹദാമരത്തിൽ മറൈന്തോരെ ഹഖൽ കുഞ്ഞിനെ കാക്കിനി മന്നാനെ, ആരംഭപ്പൊൻ കിളി ആറ്റേലം കുട്ടി താലോലം കുഞ്ഞിനി താലോലം, മഹമൂദായി ഫുർഖാനിൽ ബന്തോരെ ഹക്കാൽ കുഞ്ഞിനെ കാപ്പിനി മന്നാനെ, മാതാപിതാവിൻ കരളാണ് കുട്ടി താലോലം കുഞ്ഞിനി താലോലം, മെഹറാജുക്കളുന്തിള്ള ബന്തോരെ ഹക്കാൽ കുഞ്ഞിനെ കാപ്പിനി മന്നാനെ, നാമപ്പൂകൾ പറ്റയാരംഭ കുട്ടി താലോലം കുഞ്ഞിനി താലോലം, അഹദാമരത്തിൽ മറൈന്തോരെ ഹക്കാൽ കുഞ്ഞിനെ കാക്കിനി മന്നാനെ, ആരംഭ പൊൻകിളി ആറ്റേലം കുട്ടി താലോലം കുഞ്ഞിനി താലോലം. മക്കളെ പാട്ട് പാടി ഉറക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ അറബി മലയാളത്തിൽ അഹദാമര താലോലപ്പാട്ട് എന്ന പേരിൽ നമ്മുടെ ജില്ലക്കാരനായ മൊഗ്രാലുകാരനായ മമ്മുഞ്ഞി മൗലവി എഴുതിയ പാട്ടാണ് ഞാനിപ്പോ ഇവിടെ പാടിയിട്ടുള്ളത്. അപ്പൊ ഒരു കാലത്ത് എന്തിനും പാട്ട് ഉപയോഗിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇന്നിങ്ങനെ മൊബൈലിൽ പാട്ടിട്ട് കൊടുക്കും. അതുമല്ല ഇപ്പൊ എന്താ ചിറാപൂഞ്ചിമയത്തൊക്കെ പെടല്. പഴയ കാലത്തല്ല, ഇപ്പൊ ട്രെൻഡ് ആയത് അതാണല്ലേ.
പഴയ കാലത്ത് അങ്ങനല്ല, ഇത്തരത്തിലുള്ള പാട്ടുകളായിരുന്നു ഉമ്മമാർ മക്കളെ പാടി താരാട്ട് പാട്ട് പാടി ഉറക്കിയിരുന്നു. ധാരാളം ഇതിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. മഹ്മൂദായി ഫുർഖാനിൽ ബന്തോരെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹക്കാൽ കുഞ്ഞിനെ കാക്കനി മന്നാനെ, ആ മുത്തുനബിയുടെ ഹക്ക കൊണ്ട് എന്റെ മകനെ നീ കാക്കണം, എന്റെ കുഞ്ഞിനെ നീ കാക്കണം എന്ന പ്രാർത്ഥനയാണ് പാട്ടിലൂടെ പറയുന്നത്. മിഅ്റാജ് എഴുന്നള്ളി വന്നോരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ ധാരാളം പാട്ടുകൾ ഈ താരാട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു പാട്ടാണ് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഇതേ ഇശലിൽ തന്നെ മറ്റൊരാളൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. രചയിതാവ് ആരാന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇതേ ഇശലിൽ തന്നെ അദ്ദേഹം എഴുതിയ പാട്ടാണ്. ആരംഭത്തേവി ആമീനാന്റെ മകൻ ആറ്റൽ മുഹമ്മദ് താലോലം, ഭൂമിയേളാകാശമൊക്കെയും ചുറ്റി ബന്ദേ മുഹമ്മദ് താലോലം, തുതിയും പുകഴ്ചയും അഅ്ലായ നബി ത്വാഹ മുഹമ്മദ് താലോലം, സഅറൂറ്റം കത്തി വെളിവായേ കനി മുത്ത് മുഹമ്മദ് താലോലം. ഇങ്ങനെ താരാട്ട് പാട്ട് പാടിയുറക്കാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊക്കെയുള്ള പാട്ടുകൾ അന്നത്തെ കാലത്ത് ഇറങ്ങിയിരുന്നു. ഇതൊക്കെ ഇനിയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം. അതിനുവേണ്ടി ആ സാഹിത്യോത്സവത്തിൽ ഇത്തരത്തിലുള്ള ഓരോ തീം കൊണ്ടുവരികയും ഇത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. ധാരാളം പാട്ടുകൾ നമ്മുടെ അടുത്ത നാട്ടുകാരനാണ് തലപ്പാടിയുള്ള ബാപ്പം കുഞ്ഞി മുസ്ലിയാർ. കേൾക്കാത്തവരുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ട് ആദി അമൈത്തെ എന്ന് പറയുന്ന പാട്ട്. നമ്മുടെ ഉമ്മമാർക്കൊക്കെ അത് ഇശാ മഗ്‌രിബിനിടയിൽ ആ പാട്ട് ഇങ്ങനെ പാടാറുണ്ടായി. അതിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ എഴുതിയിട്ടുണ്ട്. ആദി അമൈത്തെ പാട്ട് തലപ്പാടിയിൽ ഞാൻ ഇടക്കിടക്ക് വരാറുണ്ട് ബാപ്പം കുഞ്ഞി മുസ്ലിയാരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ ദീനുൽ ഇസ്ലാം മാല എന്ന് പറയുന്ന ഒരു മാലപ്പാട്ടുണ്ട്. ആ മാലപ്പാട്ടിലെ ഒരു ചാപ്റ്ററാണ് ആദി അമൈത്തെ പാട്ട് എന്ന് പറയുന്ന പാട്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ ഇത്തരം പാട്ടുകളായിരുന്നു അന്ന് ഉമ്മമാരിങ്ങനെ താരാട്ട് പാടാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ അവതാരിക എഴുതിയത് ഹക്കീം ഉസ്താദ്. ഹക്കീം ഉസ്താദിൽ പറയുന്നുണ്ട്, പൂനൂര് ചന്തയിൽ നിന്ന് 3 വക പാട്ടുകൾ എന്ന് പറയുന്ന ഒരു പാട്ട് ബുക്ക് വാങ്ങാൻ കിട്ടിയിരുന്നു. ആ പാട്ട് പുസ്തകം വാങ്ങി വീട്ടിൽ വന്ന സമയത്ത് ഉപ്പ ഇശാ മഗ്‌രിബിനിടയിൽ ചാരു കസേരയിൽ ഇരുന്നു കൊണ്ട് ആ പാട്ട് പാടിക്കാറുണ്ടായിരുന്നു. ആദി അമൈത്തെ എന്ന് പറയുന്ന പാട്ട് കണ്ണടച്ചിരുന്ന ഉപ്പ കേൾക്കും. എ.പി. ഉസ്താദ് ഉമ്മ ഉള്ളിൽ നിന്ന് പതുക്കെ പാടുന്നുണ്ടാകും. അത്രയും എനിക്ക് പരിചയമുള്ള പാട്ടാണ് ആദി അമൈത്തെ എന്ന് ഉസ്താദ് ഇതിന്റെ അവതാരികയിൽ എഴുതിയിട്ടുണ്ട്. ആദി അമൈത്തെ ആണും പെണ്ണിൽ അഖൽ അണവായേ ഇസ്ലാം ആയവർ അളവിൽ ആവശ്യമറിവത് വാജിബതായേ ആദരവായേ മുത്ത് മുഹമ്മദ് അന്നബിയാരേ 20 ബാപ്പാന്മാരുടെ നാമമിത പറയുന്നറിവീരേ. ബാപ്പം കുഞ്ഞി മുസ്ലിയാർ ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത് മുഅ്മിനായ മുസ്ലിമായ എല്ലാ ആണിനും പെണ്ണിനും അറിയൽ നിർബന്ധമായ കാര്യങ്ങളാണ് ഞാൻ ഈ പാട്ടിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആകെ 3 പേജേ ഈ പാട്ടുള്ളൂ. ഈ പാട്ട് പഠിച്ചാൽ മുസ്ലിമീങ്ങളായ നമ്മൾ അറിയൽ നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആദി അമൈത്തെ അള്ളാഹു സൃഷ്ടിച്ച ആണും പെണ്ണും അക്കൽ അണവായി ബുദ്ധിയുള്ള ആണിനും പെണ്ണിനും ഇസ്ലാമായവർ മുസ്ലിമീങ്ങളായ അവർക്ക് അറിയൽ വാജിബതായി നിർബന്ധമായ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എന്നിട്ട് ഫസ്റ്റ് പറയുന്നത് മുത്തുനബിയുടെ 21 ഉപ്പാപ്പമാരെ കുറിച്ച്. ആദിയ അബ്ദുല്ലാഹി വഅബ്ദുൽ മുത്തലിബാണോർ ഹാഷിം അബ്ദു മനാഫ് ഖുസൈ കിലാബൻ ഡഹരിദിലായേ ഏതാൻ മുറത്ത് കഅബുൽ അയ്യൻ ഗാലിബദാണോർ എന്നും ഫിഖ്റവർ മാലിക് നഗർ കിനാനത്ത് എട്ടിദിലായേ ഹുസൈമ മുദിരിക്കത്തില്ലാസെന്നും മുദർനിസാറ്
കണക്കറി കരുത്തർ മുഅദ്ദുൻ അദ്നാനൊന്നിതി ലൊന്നധികാമേ. മുത്തനബിയുടെ 21 ഉപ്പാപ്പന്മാർ. ഈ ഇരുന്നിരുത്തത്തിൽ ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ പറയാൻ പ്രയാസം ഉണ്ടാവും. ഈ പാട്ട് പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് മക്കളൊക്കെ ഈ പാട്ട് കാണാതെ പഠിക്കണം. മുത്തനബിയുടെ ഉമ്മയാരാണ്? മുത്തനബിക്ക് പാല് കൊടുത്തതാരാണ്? എവിടെ ജനിച്ചു? എവിടെ വഫാത്തായി? മുത്തനബിയുടെ സൗന്ദര്യം എങ്ങനെയായിരുന്നു? ഉമ്മുനബിന്റെ ഉമ്മാനെ അറിയാമിന ഉമ്മ, അവരിലെ മുല കൊടുത്താറ്റി പോറ്റിയ ഉമ്മ ബീവി ഹലീമ. തങ്ങൾ പിറന്ന് വളർന്ന തലം തുറമക്കം തന്നെ, തങ്ങൾ തന്റെ വഫാത്ത് മദീനമിലാകും റഞ്ഞു കിടന്നേ. ഉള്ളു ചുകന്ന വെള്ള നിറം നബി നീണ്ടവരല്ല അറിവീൻ, അല്ല കുറിയവർ നല്ല തടി മുഖം വട്ടനിലാവേ. മുത്തനബിയുടെ ഉമ്മയെ കുറിച്ച്, ഹലീമ ബീവിയെ കുറിച്ച്, ഉള്ളു ചുകന്ന വെള്ള നിറം നബി നീണ്ടവരല്ല, ഉള്ളു ചുകന്ന വെളുത്ത നിറമാണ് മുത്തനബിയുടെ. നീണ്ട ആളല്ല, അല്ല കുറിയവർ, കുറുതായ കുള്ളനായ ആളുമല്ല. ഒത്ത വലിപ്പം, ഒത്ത ശരീരം, നല്ല വട്ട നിലാവേ, പ്രകാശിച്ചു നിൽക്കുന്ന ചന്ദ്രനേക്കാൾ 14 രാവിലെ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനേക്കാൾ പ്രകാശമുള്ള പ്രഭയുള്ള ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാട്ടിൽ അങ്ങനെ മുത്തനബിയുടെ ഭാര്യമാരെ കുറിച്ച് പറയുന്നുണ്ട്, മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പാടണം. ഇത്തരം പാട്ട് ഇതൊക്കെ കാസർഗോഡ് ജില്ലക്കാര് എഴുതിയ പാട്ടുകളാണ്. തലപ്പാടിക്കാരൻ എഴുതിയ പാട്ടാണ്. വാപ്പൻ കുഞ്ഞു മുസ്ലിയാരെ പാട്ടാണ്. അദ്ദേഹം ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ധാരാളം മത്സരങ്ങൾ ഇവിടെ നടക്കും. ധാരാളം പാട്ടുകൾ നമ്മുടെ ജില്ലയിൽ നിന്ന്. ഞാൻ മൊഗ്രാലിൽ വന്ന് 2 ദിവസം താമസിച്ചിട്ടുണ്ട്. അവിടെയുള്ള പാട്ടുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. ഒരു അഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉണ്ട്, മൊഗ്രാൽകാരൻ. അദ്ദേഹം ഒരു ഫുട്ബോളിനെ കുറിച്ചൊരു പാട്ട് എഴുതി. ആ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പറയുമ്പോ അതും പറയണല്ലോ. എല്ലാ വിഷയത്തിനും പാട്ട് വന്നിട്ടുണ്ട്. പാട്ട് വരാത്ത ഒരു വിഷയമില്ല. അദ്ദേഹം എഴുതിയ ഒരു ഫുട്ബോളിനെ കുറിച്ച് വന്നൊരു പാട്ടുണ്ട്. മുത്തസീനെ ഹിതരെ പ്രധാന കൽക്കത്തയിൽ ഘോഷവിശേഷമേ, മുന്തിയ പാദം പന്താലുള്ള കളി ചിന്തുവാൻ എന്തോരുന്മേഷമേ. സത്ത് മുഹമ്മദ് സ്പോർട്ടിംഗ് അതെന്ന സൽഗുണരായ കളിക്കാരും പിന്നെ മെച്ച ടീമും പല ഭാഗത്തിൽ നിന്ന് ഫെദർ പല വർഗക്കാരുമേ തന്നെ പോരാടി കളിത്തേ, അതെല്ലാവും ധാരാളം ജയിത്തേ. ജഗത്ത മുറ്റവരാം ശുജാഇകൾ ലാഹോർ ആഫ്രിക്ക സിലോണുമേ, ഡൽഹി ലണ്ടൻ അലിഗർ ബോംബായുമേ മിലിറ്ററി കൽക്കത്തക്കാരുമേ. ദേഹത്തിന്മേൽ അണുവോളവും ദയ മോഹമില്ലാത്തവരാകുമേ, ധീരതയോടെ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ പാറിക്കാളിക്കുന്നവരാകുമേ. ഫുട്ബോളിനെ കുറിച്ച് പാട്ട് വന്നിട്ടുണ്ട്. നമ്മള് ഒരു നഫീസ് മാലയും മുഹീദ്ദീൻ മാലയും ഏറിപ്പോയ ബദ്രഗിസ പാട്ടും കേട്ടിട്ടുണ്ടാവും. എല്ലാ വിഷയത്തിലും ഞാൻ കാസർഗോഡ് നിന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് കാസർഗോഡിനെ കുറിച്ച് പറയാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇത്തരം പാട്ടുകൾ എഴുതിയ ഫുട്ബോളിനെ കുറിച്ച് പലരും പാട്ട് എഴുതി. ഞാൻ അവസാനിപ്പിക്കും. ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് ആർക്കാ ഫസ്റ്റ് കിട്ടിയ? ബ്രസീലിനല്ലേ? നിങ്ങൾ ഉഷാറായി പറയുന്ന കണ്ട ചോദിച്ചാ അങ്ങനെ. അതിന് മുമ്പ് അർജന്റീനക്ക് ഒരു കപ്പ് കിട്ടിയിരുന്നു. അന്ന് ക്യാപ്റ്റൻ ആരാന്നറിയാം? മരഡോണ. അതൊക്കെ നമ്മൾ അറിയണ്ടോ? ലോകവീരാണ്, പഠിക്കേണ്ട കാര്യം. ഈ മരഡോണ ക്യാപ്റ്റനായി അർജന്റീനക്ക് കപ്പ് കിട്ടിയ സമയത്ത് ഒരു കവി ഒരു പാട്ട് എഴുതി. മരഡോണ ഗോളൊന്നടിച്ചാനെ കണ്ട് മൈമൂന പൊട്ടിച്ചിരിച്ചാനെ, ടിവിന്റെ മുന്നിലിരുന്നാനെ അവൾ തീനും കൂടിയും മറന്നാനെ. ഇങ്ങനെ ഹാസ്യരൂപത്തിൽ പാട്ട് എഴുതിയ ആളുകൾ. എല്ലാ വിഷയത്തിലും പാട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഉപ്പളക്കടുത്ത സ്ഥലമാണ് പൈവളിക എന്ന് പറയുന്ന സ്ഥലം. കേട്ടിട്ടില്ലേ? പൈവളികയിൽ ഞാൻ പലവട്ടം വന്നിട്ടുണ്ട്.
അവിടെ ഒരു മാപ്പിള കവി ഉണ്ടായിരുന്നു, AP മുഹമ്മദ് മൗലവി. മരിച്ചിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6 വർഷത്തിന് മേലായിട്ടുണ്ടാവും. അതേ സാദാത്ത് മാല എഴുതിയിട്ടുണ്ട്, മംഗലപ്പാട്ട് എഴുതിയിട്ടുണ്ട്, അബിയാത്തു സുബിയാൻ എന്ന് പറഞ്ഞ മദ്രസ ഗാനം എഴുതിയിട്ടുണ്ട്. അതുപോലെ ചന്ദ്രകോളം എന്ന് പറയുന്ന ഒരു കെസ് പാട്ട് എഴുതിയിട്ടുണ്ട്. മദനിമാല എഴുതിയിട്ടുണ്ട്. ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 1-2 പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. പ്രസിദ്ധീകരിക്കാത്തതൊക്കെ ഞാൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ റിസാലയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ച് റിസാലയിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അടുത്ത നാട്ടുകാരനാ, പൈവളിക. അദ്ദേഹം ഈ 961 നീലാം സ്ട്രോങ് ചന്ദ്രനിൽ പോയത്. ആ ചന്ദ്രനിൽ പോയ സമയത്ത് അങ്ങനെ മനുഷ്യന് ചന്ദ്രനിൽ പോകാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് പേരൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കാസർഗോഡ്, പേരൂർ. അവിടെയുള്ളൊരു മാപ്പിളക്കവി ഒരു പാട്ട് എഴുതി. ആ സമയത്താണ് വൈലിത്തറ കുഞ്ഞു മുഹമ്മദ് മൗലവി കാസർഗോഡ് വന്ന് പ്രസംഗിക്കുന്നത്. ചന്ദ്രനും സൂര്യനൊക്കെ മനുഷ്യനെ അധീനതപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഖുർആൻ ആയത്തൊക്കെ ഓതിയിട്ട് ഇങ്ങനെ അദ്ദേഹം ശാസ്ത്രമാണ് പറയാറുള്ളത് കൂടുതൽ. ഇങ്ങനെ വയത് പറഞ്ഞപ്പോ ഈ AP മുഹമ്മദ് മൗലവി പൈവളികക്കാരൻ മൂപ്പർക്ക് തോന്നി മറ്റേ പാട്ടുകാരനൊരു മറുപടി എഴുതണം. അങ്ങനെ അദ്ദേഹം ഒരു മറുപടി പാട്ട്, ഒരു കെസ് പാട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ചന്ദ്രകോളം കെസ് പാട്ട്. വളരെ ഭംഗിയായിട്ട് ആ ചന്ദ്രനിൽ പോയത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതിൽ എഴുതുന്നുണ്ട്. ആദരവായ നബിന്റുമ്മത്തോരിൽ ഒരു സംഘം ഖാദിറവന്റെ കുതിരത്തെ കാണുന്നേ. ആഖിർ സമാൻ അടുത്തപ്പോൾ ഓരോ സയൻസുകാരും റോക്കറ്റും വലി ചന്ദ്രനിൽ പറക്കുന്നേ. അത് കണ്ട് അറിവില്ല ജനമൊക്കെ ഭയന്ത്, ആദർപ്പങ്ങൾ ഇതുപോലെ നടക്കുമോൻ മൊളിന്ത്. അറമയും ശറഅതിൽ കാണുന്നില്ല മൊളിന്ത്, അറിവുള്ള അലിം പോലെ പാടുജാഹിൽ നൊടിന്ത്. കട്ടം ഇങ്ങനെ ദീനിനെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് നല്ലൊരു കെസ്, ദീർഘമായ പാട്ടാണ്, പാടാൻ സമയം. ഏതായാലും ഇത്തരം മാപ്പിള കവികളൊക്കെ ജീവിച്ച അറബി മലയാളം നമ്മുടെ ഇതിന്റെ ഒരു ഭാഗമാണ് സാഹിത്യം. ഇത്തരം മാപ്പിള കവികൾ ജീവിച്ച നാടാണ് നമ്മളെ കാസർഗോഡ്. ഇത്തരം സാഹിത്യങ്ങളെ നമ്മൾ പഠിക്കുകയും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ധാരാളം പാട്ടിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഞാൻ മാപ്പിളപ്പാട്ടിലെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. സുബഹി വരെ ഇങ്ങനെ നിന്ന് നൃത്തത്തിൽ പറയും. ഇപ്പൊ അതിന്റെ സമയമില്ലാന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താരാട്ട് പാട്ടുകൾ, താരാട്ട് പാട്ട് പാടി നമ്മെ ഉറക്കിയ മാതാവിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ധാരാളം പാട്ടുകൾ താരാട്ട് പാട്ടുകളായിട്ട് അറബി മലയാളത്തിൽ വന്ന കുറച്ച് പാട്ടുകളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. എങ്കിലും ധാരാളം പാട്ടുകൾ താരാട്ടായിട്ടല്ലാതെ വന്നിട്ടുള്ള ആദ്യാമയത്തെ പോലെയുള്ള ധാരാളം പാട്ടുകൾ അന്നത്തെ ഉമ്മമാർ താരാട്ട് പാട്ട് പാടി ഇറക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.